ഹലോ, ശേഖർ സ്പീക്കിംഗ്. ഓഫീസിലെ സൈറ്റിൽ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ശേഖർ. ഇനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേക്കൂ പ്ലീസ്. ഇനിയും താമസിച്ച ആകെ കുഴപ്പമാകും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ പോയി വല്ല ഡോക്ടറെയും കാണ. നീ എന്നെ ത്രട്ടൻ ചെയ്യാണോ? നോ, മേലിൽ നീ ഇവിടെ വിളിക്കരുത്. നാട്ടിൽ നിന്ന് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ശല്യം ചെയ്യാൻ. बहुत लोग निकले हैं गांव से तकलीफ देने के लिए. രാധ ഈ നേരത്തെ എന്തിനാ? അതെ, ഞാൻ കേട്ടു. ശേഖർ എന്താ പറഞ്ഞ? എല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പോ അയാൾ എന്നെ ചതിക്കായിരുന്നു വരിയേട്ടാ. വീട്ടിൽ അമ്മയോ ചേട്ടനോ ഇതറിഞ്ഞ. കരയണ്ട, നാളെ ഞാൻ അവനെ വിളിപ്പിക്കാം. ഇതാരോടും പറയണ്ട. നാളെ നീ വീട്ടിലോട്ട് വന്നാൽ മതി, നമുക്കൊരു തീരുമാനം എടുക്കാം. വാ. നീ എവിടെ പോയിരുന്നു? ചേട്ടാ, അത് ഞാൻ ജയന്തിയുടെ വീട്ടിലൊരു ടിവിയില് ക്വിസ് പ്രോഗ്രാം കാണാൻ. രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുതെന്ന് പറയായിരുന്നു. പാതിരാക്കാനോട് നിന്റെ ഒരു ക്വിസ്. നീ ചുമ്മാരിക്ക. മേലാൽ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇതൊരു വേശ്യാ തെരുവാണ്. വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിക്കരുത്. തന്ത നേരത്തെ ചത്തോണ്ട് എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. ആ ഗതികേട് നിനക്കുണ്ടായിരുന്നെന്ന് എഴുതിയ ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ പഠിപ്പിക്കാൻ അയക്കുന്നത്. ചീത്ത പേരെങ്ങാനും കേൾപ്പിച്ചാൽ വെട്ടി നുറുക്കിക്കളയും ഞാൻ. മനസ്സിലായോ? പോ. ഹരിയണ്ണ, ശേഖർ വരില്ല. നമ്മുടെ കൂടെ താമസിക്കുമ്പോഴേ എനിക്കറിയാം അവന്റെ സ്വഭാവം. നന്ദി കേട്ട തനി തറയാവൻ. നിങ്ങൾ അവനെ കണ്ടോ? ഇല്ല. ആ സേട്ടൂത്തി പറഞ്ഞു ആള് സ്ഥലത്തില്ലെന്ന്. ശേഖർ എന്ന് പറയുമ്പോ അവിടെ വായും തേനും പാലും ഒഴുകുക. പതുക്കെ പറയടാ. എല്ലാരും അറിയട്ടെ, അവൻ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവിടുത്തെ ശിവായി പറഞ്ഞു. പുളിങ്ങോമ്പിലല്ലേ കയറി പിടിച്ചിരിക്കുന്നത്. അവളും അവനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവിടെ കഴിയുന്നത്. അവനെ അവൾ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് കേട്ടു. സത്യമായിരിക്കും. Taxi. मुझे शेर से मिलना। आप कौन है? उनसे कहना हरि आया है। बैठिए. था मीटिंग में है, आप नहीं मिल सकते. നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അല്പം തിരക്കിലാണ്. അറിയാം, നീ വലിയ മുതലാളിയായെന്ന് ഞാൻ അറിഞ്ഞു. ഓഫീസ് പണി കഴിഞ്ഞാലും സേട്ടൂത്തിയുടെ പ്രൈവറ്റ് ജോലികളുണ്ടല്ലോ ധാരാളം. അതുകൊണ്ട് തിരക്ക് കൂടും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. നാക്കുകൊണ്ടല്ല നിന്നോട് സംസാരിക്കേണ്ടത്. നീ എക്സ്ക്യൂസ് മീ, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. നോ, ഹി വോണ്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് ആസ് ഈസി ആസ് ഹി തിങ്സ്. AC കാറും വീടും സൂട്ടും കോട്ടും ആ സേട്ടൂത്തിയുടെ മേത്തെ ചൂടൊക്കെ ആയപ്പോ വന്ന വഴിയെക്കുറിച്ച് നിനക്ക് പുച്ഛമാണെന്ന് എനിക്കറിയാം. ഞങ്ങൾക്കാർക്കും നിന്റെ ഒരു പുല്ലും വേണ്ട. പക്ഷെ പാവപ്പെട്ട ഒരു പെണ്ണിനെ ചതിക്കാൻ നോക്കിയാ. നീ എന്നെ അപമാനിക്കരുത്. ഇല്ല, ഇത്രയും ചെയ്യേണ്ടി വന്നത് നീ കാരണം തന്നെയാണ്. ഞാനിപ്പോൾ പോകുന്നു. ഇവിടെ നിന്നാൽ നിന്റെ അന്തസ്സിന് ഇനിയും മുറിവും ചതവും ഒക്കെ പറ്റിയെന്ന് വരും. പക്ഷെ ആ പെണ്ണിൻ്റെ കുടുംബത്തിനും അവരുടേതായ അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് നീ ഓർക്കണം. വൈകിട്ട് കാണണം. വീട്ടിൽ വരണ്ട, നരിമാൻ പോയിന്റ് ഞാൻ കാണും. ഇനി എന്നെ ഇവിടെ വരുത്താൻ ഇടയാക്കിയാൽ നിന്റെ ശവം കണ്ടിട്ട് ഞാൻ പോകും. പോളി പുല്ലേ, പോലീസ് എന്നെ ഒന്നും ചരിക്കാൻ പോകുന്നില്ല. അറിയാവുന്ന ഭാഷ പറഞ്ഞു കൊടുത്തേക്ക്. രാധ
രാധയ്ക്ക് എന്ത് പറ്റി? അവള് എന്ത് പറ്റിയെന്ന് പറയടാ. അവൾ ആത്മഹത്യ ചെയ്തു നമ്മുടെ വീട്ടില്. തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോഴല്ല, വിഷം കഴിച്ച് നീ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ, അന്നേ നീ ചാവേണ്ടതായിരുന്നു. അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ എന്ത് ചെയ്യാമായിരുന്നടാ? തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കണമായിരുന്നോ? ഞാൻ പലതും മറന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ചതിക്കണമെന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിക്കാനാണെങ്കിൽ അതിന് ശ്രമിക്കണ്ട. എന്ത് ശിക്ഷ വേണേ തന്നോളൂ. ആരെ ശിക്ഷിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല. നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന്. ആത്മാർത്ഥമായി നിന്നെ ഒരു പെണ്ണ് സ്നേഹിച്ചു, നീ അവളെ കൊന്നു. അനുഭവിക്കാതെ രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. ആ സേട്ടൂത്തി നിന്നെ ചവച്ച് തുപ്പുന്ന ഒരു ദിവസം ഉണ്ടാവും. ഈ നഗരത്തിൽ പട്ടിയെ പോലെ നീ കിടന്ന് തെണ്ടും, പുഴുത്ത് ചാവും. ഇതെന്റെ ശാപമല്ല, നീ കൊന്ന ആ പെണ്ണിന്റെ നൊന്ത മനസ്സിന്റെ ശാപ. എല്ലാവരും ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങണം. എനിക്കൊരു തന്നെ കൂട്ടുവേണ്ട, ഇറങ്ങിപ്പോടാ. എനിക്കല്പം സമാധാനം വേണം. കൂടെ നിന്ന് സ്നേഹം കാണിച്ച് ചതിക്കുന്ന നന്ദി കെട്ട ജാതികൾ. ആര് ചോദിച്ചെന്നായി പറയുന്നത്? മറ്റാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് ഞങ്ങളെ ശിക്ഷിക്കരുത്. ഹരിയണ്ണ മനസ്സിൽ എന്തോ വെച്ച് സംസാരിക്കുക. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞങ്ങൾ പോവാം. പക്ഷെ കാര്യം അറിയണം. പണവും പദവിയൊക്കെ വരുമ്പോൾ നിന്റെയൊക്കെ അഹങ്കാരം കൂടും. സ്വന്തം പെങ്ങളെ പോലെ കരുതി സ്നേഹിച്ച ഒരു പെണ്ണിനെ മോഹിപ്പിച്ച് കൊന്നില്ലേ ഒരുത്തൻ? ശേഖരാണോ രാധയുടെ മരണത്തിന് കാരണക്കാരൻ? എങ്കിലും അവനെ വെറുതെ വിടരുത്. വേണ്ട, അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ. സ്വന്തം പല്ലിട കുത്തി നാറ്റിച്ചിട്ട് കാര്യമില്ല. ഇതാരും അറിയരുത്, പ്രത്യേകിച്ച് മണി. എങ്കിലും അറിയിക്കണമെന്ന് ഞാൻ വളരെയധികം ആലോചിച്ചതാണ്. വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ കാരണം ഇത് പുറത്തറിഞ്ഞാൽ അവളുടെ മാനം, അതുകൊണ്ട് മണിക്കും അവൻ്റെ അമ്മയ്ക്കും ഉണ്ടാകുന്ന അപമാനം. അവനിതറിഞ്ഞാൽ എന്തെങ്കിലും കടുകയും ചെയ്യും. ഇനി അമ്മയ്ക്ക് ആകെയുള്ളത് അവൻ മാത്രമാണ്. നമ്മളായിട്ട് അതുകൂടെ നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് 3 പേർക്ക് മാത്രമേ ഈ കാര്യം അറിയൂ. മറ്റൊരാൾ ഇതറിയാൻ പാടില്ല. നിങ്ങൾ എന്നോട് സത്യം ചെയ്യണം. क्या छोटा, अब्बास के साथ था तो कितना पैसा था, कितनी अच्छी जिंदगी जी रहा था. अभी क्या, दिन भर हरी अन्ना हरी अन्ना हरी अन्ना बोल के हरी अन्ना के पीछे चमचे की तरह घूम रहा है तू. उसमें तेरा क्या फायदा? उसके मरने के पहले कोई तुझे टपका देगा. देख, जैसे अब्बास ने मुदलियार को मारा, तू हरी को मार और उस एरिया का अन्ना बन जा. मैं तेरे साथ हूँ, समझा क्या? बांकिया भाई, आप क्या कहते हैं? मुदलियार बुढ़ा था, लेकिन हरियाणा खतरनाक है. घी सीधी उंगली से नहीं निकलती तो टेढ़ी उंगली का इस्तेमाल करो छोटा. കാലം മായ്ക്കാത്തൊന്നുമില്ല മണി. നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ, പോയത് എന്റെ പെങ്ങളല്ലേ. ധൈര്യമില്ലെങ്കിൽ മറക്കണം. ഉണ്ടെങ്കിൽ കാരണക്കാരനാരാണോ അവനെ കൊന്നിട്ട് ജയിലിൽ പോകണം. അതാ അന്തസ്. നീ ആരെ പറ്റിയാ പറയുന്നത്? ഞാനായിട്ട് എന്തിനീ? ഈ തെരുവിലുള്ളവർ മുഴുവൻ പറയുന്നുണ്ടല്ലോ. ചോട്ടാ ശങ്കർ എന്നാണ് എൻ്റെ പേര്. ഈ ബോംബെയിൽ ഒരുപാട് ബളാശങ്കർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുത്തരും കീഴ്പ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ പലതും കണ്ടും കേട്ടും സഹിക്കേണ്ടി വരുന്നു. ഹരിയാണനെ കുറിച്ചാണ് പറയുന്നത്. ഉള്ളത് തുറന്നു പറയാൻ എനിക്കാരും പേടിയില്ല. ബാക്കിയുള്ള രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതേ പുണ്യം കിട്ടാനൊന്നുമല്ല. റെണ്ടിക്കാനെ കയറിക്കൂടാ, കള്ളവാറ്റിലും ഗ്യാമ്പിളിലും ഇടപെട്ടുകൂടാ. ഒരു സാധാരണ ഹഫ്ത പിടിക്കാൻ പോലും സമ്മതം വേണം. പിന്നെ എങ്ങനെ ജീവിക്കും? ബുദ്ധിമുട്ടുണ്ട് ഇയാൾ പണിക്ക് വരണ്ട. ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല, മറ്റു പലർക്കും കാണും. ചത്തുപോയ മുതലേറെ കള്ളു കുടിക്കില്ല, പുകവലിക്കില്ല. പെണ്ണെന്ന് കേട്ട അറപ്പായിരുന്നു. പിന്നീട് വന്ന അബ്ബാസിന് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും ഒരു മറവുണ്ടായി. ഈ തത്വം പറയുന്ന പുതിയ അണ്ണയുണ്ടല്ലോ, പരസ്യമായി റെണ്ടിക്കാനിലെ തേപിടിച്ചുകളുമായി നിറങ്ങയല്ലേ. പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ അമ്മയൊന്നോ പെങ്ങളൊന്നോ വരെ അവനില്ല. അനുഭവിച്ചോ? എന്തൊക്കെ വാങ്ങിച്ചു? എല്ലാം അമ്മയ്ക്കും പെങ്ങൾക്കോ വാങ്ങിച്ചത്. എനിക്കെന്ന് പറയാൻ ദേ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇളവൻ കാരണവർ മുമ്പിൽ കിട്ടിയെന്ന് ഷൈൻ ചെയ്യണ്ടേ. 1 ലക്ഷം കൂടിയുണ്ട്. അയ്യോ, ഇത്രയൊന്നും വേണ്ട. വെച്ചോ, അനിയത്തിയുടെ കല്യാണം നന്നായി നടത്തണ്ടേ. ഇത് എൻ്റെ വക നിന്റെ അനിയത്തിക്ക്. പിന്നെ അമ്മാവനെ തല്ലാനൊന്നും പോണ്ട. ഏയ് ഇല്ല, തല്ല് ഞാനും വേണ്ടാന്ന് വെച്ചു. കല്യാണത്തിന് വിളിച്ചിരുത്തി വിരട്ടി കിണ്ണം തെറപ്പിച്ച് വിടാന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലച്ച് എന്നായി പോവും.
നീ എന്നാ പോകുന്നത്? ഞാൻ അണ്ണൻ്റെ കൂടെ ഓണം കൊണ്ടിട്ടേ പോകുന്നുള്ളൂ. അതീ കുറച്ചുള്ള കുടുംബ സ്നേഹമൊക്കെ മതി. अन्ना 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 तंग आ गई हूं मैं नाम सुन के। क्या कुछ नहीं किया उसने मेरे साथ? हाँ, कमाटीपुरा जो मेरा सपना था, मेरा सपना वो मेरे से छीना। दारू का धंधा मेरा बच गया, दारू का धंधा। और कुछ दिन पहले मेरे भाई को रास्ते पे कुत्ते की तरह मारते हुए लेके गया, वो भी चटनी में। अब मैं चुप नहीं बैठूंगा साला, खत्म कर दो उसे, उसका खानदान तबाह कर दो, उसके आजू बाजू में जो है ना उससे भी मार डालो। कमाटीपुरा कमाटीपुरा जाओ और जला डालो, कांप उठेगा पूरा शहर। लेकिन ये सब चीज के लिए तुम दोनों मेरे साथ होना चाहिए। അവൻ ഉനക്ക് മട്ടും എനിമില്ല എനക്കും தான். तो मेरी बात सुनो, जो मैं बोलता हूँ करो। छोटे ने मैं उस दिन क्या बोला था पता है क्या? कि उसकी एक ही कमजोरी है, किरण नाम की एक नाचने वाली। उस नाचने वाली को मेरे पास लाओ, फिर देखो। എന്തുവാടാ? ചേച്ചി എന്താടോ സദ്യയും വട്ടവും ഒക്കെ ഒരു ഉത്സവം മാതിരി ഉണ്ടല്ലോ. നല്ല ആളാ. ഇന്ന് തിരുവോണമല്ലേ? എൻ്റെ വക എല്ലാവർക്കും ഒരു സദ്യ. പഞ്ചാബിയും ഗുജറാത്തിയും കാശ്മീരിയും കാഞ്ഞിരംപാറയും എല്ലാവരും ഇരുന്ന് ഓണം ഉണ്ട്. നന്നായി. ഈ തെരുവിലുള്ളവർക്ക് ഇങ്ങനൊക്കെ ഒരു നല്ല നാളുണ്ടാവും. ഇത് വാങ്ങിച്ചോളൂ. എന്താ ഇത്? ഈ ബ്രാഹ്മണരുടെ പട്ടുടുത്ത് കണ്ടു മടുത്തു. ഒരു ഓണപ്പുടവ. ഈ കൊച്ചനിയൻ്റെ വക ഒരു സമ്മാനമായിട്ട് കരുതിയാൽ മതി. താ എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ? ഇവിടുത്തെ പെമ്പിള്ളാർക്ക് മുഴുവൻ വാങ്ങിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവർക്ക് സദ്യ. അവൾക്കെങ്കിലും ഒന്ന് വാങ്ങായിരുന്നു. ശരിയാണ്, അത് ഞാൻ മറന്നു. പുടവ വേണ്ട, അതൊരു ദിവസം ഒരു വിളക്ക് കത്തിച്ചു ഞാൻ കൊടുക്കാം. അതായിക്കോളൂ. എങ്കിലും എന്തെങ്കിലും അവള് പ്രതീക്ഷിക്കും. നിരാശപ്പെടുത്തണ്ട. ശരി, ഇനി ചേച്ചി പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് വേണ്ട. ഇതാ വരുന്നു. സിറ്റിയിൽ മുഴുവൻ അവർ ഹരിയാണനെ തിരയുന്നുണ്ട്. എയർപോർട്ടിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നിറച്ച് ID പോലീസുകാരാണ്. കാറുകൾ വരെ നിർത്തി പരിശോധിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഷിപ്പിനുള്ളിൽ കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു. മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പലിനുള്ളിൽ കയറാൻ നമ്മുടെ പോലീസുകാർക്ക് അധികാരമില്ല. ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. എല്ലാം ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ക്യാപ്റ്റന് ഈ സമയത്ത് ഇവിടെ കപ്പൽ ഇറങ്ങാൻ തോന്നിയത് ഭാഗ്യമായി. അയാൾ കൊണ്ടുപോകാൻ ഏറ്റ സ്ഥിതിക്ക് ഇനി മറ്റൊന്നും ആലോചിക്കണ്ട. ഗൾഫിലേക്ക് കടന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. എത്രയോ പേർ അങ്ങോട്ട് കടന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചത്താൽ ഇവിടെ കിടന്ന് ചാവും. അങ്ങനെ പറയരുത്. ഇവിടെ വന്ന നാൾ മുതൽ കൊല്ലും കൊലയും ശവങ്ങളും ഞാൻ കുറെ കണ്ടതാണ്. അവരൊന്നും എനിക്ക് ആരുമല്ലായിരുന്നു. പക്ഷേ നിന്റെ ശവം കൂടെ കാണാനുള്ള കരുത്ത് എനിക്കില്ല കുട്ടി. എന്തിനാണ് ഞാൻ രക്ഷപ്പെടുന്നത്? എന്തെങ്കിലും ഒരു ലക്ഷ്യം, എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഒന്നുമില്ലാതെ. എല്ലാം ഉണ്ടാവും. കിരണിനെ കൂടെ കൂട്ടിക്കൂടെ? ഒരു വിവാഹം, ഒരു കുടുംബം, ഈ സ്വപ്നങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും ഇല്ലേ? എല്ലാം നശിച്ചൊരു പെൺകുട്ടിയെ നീ മോഹിപ്പിച്ചു. അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു, മലയാളം പഠിപ്പിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് അറിയേണ്ടത്. മുസ്തഫ, ഇതാ പൂജിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അനുവാദം മാത്രം മതി. വേണ്ട. എന്താ നീ പറയുന്നത്? വിവാഹം എന്ന സ്വപ്നവും അതിന്റെ പ്രായം എനിക്ക് കഴിഞ്ഞു. ദേവദാസിയാണ് ഞാൻ. എനിക്ക് താലി വാഴില്ല. എന്റെ ഗ്രാമത്തിലെ വിശ്വാസമാണത്. ഒരിക്കൽ എന്നെ വിവാഹം ചെയ്ത ആൾ തന്നെ എന്റെ താലി പൊട്ടിച്ചെടുത്തു. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റു. ദേവദാസികൾക്ക് വിവാഹം പറഞ്ഞിട്ടില്ല, ഭർത്താവ് പാടില്ല. മതി. ഞാൻ വിശ്വസിക്കുന്നത് എന്നെ മാത്രമാണ്. നീ ഒപ്പം ഉണ്ടാവുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. അനുവദിക്കണം. എൻ്റെ വിശ്വാസങ്ങൾ എന്നെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല.
നല്ലതേ വരൂ കുട്ടി, നല്ലതേ വരൂ. ഷിപ്പിന് തുറമുഖം വിടാൻ ക്ലിയറൻസ് കിട്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ക്യാപ്റ്റൻ കാത്തു നിൽക്കുന്നത്. കപ്പലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അഴിമുഖത്തൊരു ബോട്ട് കാത്തു നിൽക്കും. സ്ഥലം മണിക്കറിയാം. മണി, എൻ്റെ വീട്ടിലൊരു പെട്ടി ഇരിപ്പുണ്ട്. അത്യാവശ്യത്തിൻ്റെ ഡ്രസ്സ് എടുത്ത് നീ അതിങ്ങ് കൊണ്ടുവാ. പ്രിയപ്പെട്ട ഹരിയേട്ടൻ, എന്റെ കാര്യത്തിൽ ഏട്ടൻ ഇനിയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. എളിയ നിലയിൽ കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് പണവും പദവിയും ഉണ്ടാവുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കാനിടയില്ല. മനുഷ്യ സ്വഭാവമാണിത്. കുറ്റപ്പെടുത്തേണ്ടത് എന്റെ വിധിയാണ്. എന്നെ സ്നേഹിച്ച് വളർത്തിയ അമ്മയ്ക്കും ചേട്ടനും ഒരു അപമാനമായി ഇനിയും ജീവിക്കാൻ എനിക്ക് വയ്യ. പോകുന്നു. രാധ. ഈ തത്വം പറയുന്ന പുതിയ അണ്ണയുണ്ടല്ലോ, പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ പെങ്ങളെന്നോ അമ്മയെന്നോ വരെ അവനില്ല. അനുഭവിച്ചോ? നീ എന്താ താമസിച്ച? അല്പം വളഞ്ഞ വഴിയാ വന്നത്. ആരും ശ്രദ്ധിക്കണ്ടെന്ന് കരുതി. പെട്ടിങ്ങ. ഇങ്ങ് വാ. ഈ പണം നിനക്കുള്ളതാണ്. ഇത് വെച്ച് പെങ്ങന്മാരെ അന്തസ്സായി കെട്ടിച്ചയക്കണം. ബാക്കിയുള്ള പണം ഒരു പുര വയ്ക്കാനും എന്തെങ്കിലും കച്ചവടം തുടങ്ങാനും ഉണ്ടാവും. നീയെങ്കിലും രക്ഷപ്പെടണം. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. എവിടെ പോയാലും ഹരിയേട്ടൻ്റെ മനസ്സിലുണ്ടാവും. എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പം. സമയമായി. വിധിയുണ്ടെങ്കിൽ ഇനി എന്നെങ്കിലും നമുക്ക് കാണാം. ബോട്ട് അപ്പുറത്ത് വരും. നടന്നോളൂ. സമയമായിട്ടില്ല. ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. യാത്ര ചോദിക്കും മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു. അവസാനം വരെ എന്നോടൊപ്പം നിന്ന് നീ ആവശ്യപ്പെട്ടത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ പെങ്ങളെ നശിപ്പിച്ചവനോട് പകരം വീട്ടണം നീ എന്നോട് പറഞ്ഞു. സാധിച്ചില്ല. പിരിയുന്ന ഈ നേരത്തെങ്കിലും സത്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ല. രാധ മരിക്കാൻ കാരണം ശേഖറാണ്. അവർ തമ്മിൽ സ്നേഹമായി. അവൾ അവനെ വിശ്വസിച്ചു. പക്ഷെ അവൻ വഞ്ചിക്കായിരുന്നു. സത്യം നീ അറിഞ്ഞാൽ, എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ആ അമ്മയ്ക്ക് നീയും കൂടെ നഷ്ടമാവും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം വിളിച്ചു വെച്ചത്. ശേഖറെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വന്നതാണ്. അപ്പോഴേക്കും എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. നീ എന്നോടാണ് ക്ഷമിക്കേണ്ടത്. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. ഒറ്റ കൊടുത്തു. നീ എന്തായി പറയുന്നത്? നീ രക്ഷപ്പെടുന്നവരും ഞാൻ പോലീസിനെ അറിയിച്ചു.